ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ മാർക്കറ്റ് നമുക്കൊരു ഗ്യാപ്പ് അപ്പ് തന്നു അല്ലേ? ഒരു ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് എക്സ്പയറി ദിവസമായിരുന്നു അല്ലേ? എക്സ്പയറി ദിവസമായിരുന്നു. മാർക്കറ്റ് നമുക്കൊരു ഗ്യാപ്പ് അപ്പ് തന്നു. അതിനുശേഷം ഞാൻ ഇന്ന് രാവിലെ വോയിസ് ഇട്ടപ്പോൾ പറഞ്ഞു മാർക്കറ്റ് ഒരു പക്ഷേ താഴോട്ട് ഇറങ്ങി വന്ന് സപ്പോർട്ട് എടുത്ത് 310 വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം മാത്രമേ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അത് അതുപോലൊക്കെ സംഭവിച്ചു. മാർക്കറ്റ് മുകളിലോട്ടൊക്കെ പോയി. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഇതൊന്നുമല്ല. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം മാർക്കറ്റ് 23,500 ക്രോസ് ചെയ്തു അല്ലേ? 23,500 ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റും എല്ലാ സാധ്യതകളും മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ള സൂചനയാണ് തന്നത്. നമുക്കിവിടെ ഈ ഏരിയയിലെത്തിയപ്പം 23,500 ഈ ഏരിയയിലെത്തിയപ്പോൾ ഓക്കെ, ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പം മാർക്കറ്റ് ഇവിടുന്ന് എല്ലാവരും ധാരാളം ആൾക്കാർ സി എടുത്ത് കാണും, ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ച് സി എടുത്ത് കാണും. എല്ലാ സാധ്യതകളും ഡേറ്റകളെല്ലാം പറയുന്നത് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകും എന്നുള്ളതാണ് ഡേറ്റകളെല്ലാം സൂചിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം കേൾക്കണ്ടേ? നമ്മൾ വാഗോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഹായ്, മാർക്കറ്റ് ഇപ്പോൾ 23,500 മുകളിലാണ് സസ്റ്റെയിൻ ചെയ്തത്. പക്ഷെ നമ്മളിപ്പോൾ ആദ്യത്തെ ആ 23,500 മുകളിലുള്ള 3 ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ വീണ്ടും എഴുന്നേറ്റുമാണ് ഇങ്ങനെ പോകുന്നത്. മേലോട്ട് പോകണോ താഴോട്ട് പോകണോ എന്ന് തന്നെ കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പം നല്ല രീതിയിൽ ഒരു ക്യാൻഡിൽ ഇതുവരെയായിട്ടും അവിടെ വീണിട്ടില്ല. അപ്പോൾ ആ ഒരു നല്ല ക്യാൻഡിലിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ സാമാന്യ ഒരു നല്ല ക്യാൻഡിലാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ ക്യാൻഡിൽ അല്ലെങ്കിൽ 550 മുകളിൽ ഒരു 550 മുകളിൽ നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് മുകളിലോട്ട് പോകും. ഇല്ലെങ്കിൽ മാർക്കറ്റ് 23,500 വീണ്ടും ഒരു ക്രൂഷ്യൽ പോയിന്റായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മാർക്കറ്റിന് മുകളിലോട്ട് പോകാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല, ഒരു കാരണങ്ങളും ഇല്ല. കാരണം ഗ്ലോബലി നോക്കുവാണെങ്കിൽ US ഫ്യൂച്ചർ നോക്കുവാണെങ്കിൽ എല്ലാം നെഗറ്റീവ് ട്രെൻഡിലാണ്. അപ്പം മാർക്കറ്റിന് മുകളിലോട്ട് പോകാൻ പ്രത്യേകിച്ച് വാർത്തകളൊന്നുമില്ല. പിന്നെ ഒരു ഷോർട്ട് കവറിങ് നടന്നെങ്കിൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. എന്തായാലും 550 എന്ന് പറയുന്ന ഒരു 500 മുകളിൽ ഇപ്പം നിലനിൽക്കുകയാണല്ലോ. അപ്പോൾ 550 എന്ന് പറയുന്നത് ഒരു SL ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പരിഗണിക്കാം. 550 മുകളിൽ നല്ല രീതിയിൽ ഒരു സസ്റ്റൈനബിലിറ്റി മാർക്കറ്റിലുണ്ടെങ്കിൽ ഫർദറായിട്ട് 600 കാണാൻ നമുക്ക് പറ്റും. പക്ഷേ ഇതിൽ പേഴ്സണലി ഇത് തെറ്റാകാം. ഒരു പക്ഷേ പേഴ്സണലി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മാർക്കറ്റ് വലിയ രീതിയിൽ മുകളിലോട്ട് പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇതെൻ്റെ പേഴ്സണൽ വ്യൂ ആണ്. ഒരു പക്ഷെ തെറ്റിപ്പോകാം. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ഈ വോയിസ് ഇട്ടതിന് ശേഷം ഈ വോയിസ് ഇട്ട് തീർന്നതിന് മുന്നേ തന്നെ മാർക്കറ്റ് ഏകദേശം ഒരു 100 പോയിൻ്റ് ഫോള് 100 പോയിൻറ്റിന് മുകളിൽ ഫോള് കിട്ടി. 25,500 താഴെ വന്നു മാർക്കറ്റ്. 25,500 മാർക്കറ്റ് താഴെ വന്നു. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ഒരു കൺഫർമേഷൻ കിട്ടി. 25,500 മുകളിൽ നല്ലൊരു ക്യാൻഡിൽ നമുക്ക് കിട്ടി. മാർക്കറ്റ് നല്ല രീതിയിൽ പൊട്ടുന്നു വന്നൊരു നമുക്കൊരു കൺഫർമേഷൻ കിട്ടി അല്ലേ? കാരണം ആ വരുന്ന അതിൻ്റെ സ്ട്രെങ്ത് കണ്ടാൽ നമുക്കറിയാം അല്ലേ? ഒരു 100 പോയിൻറ്റോളം താഴെ കിട്ടി. പിന്നെ അവിടുന്ന് ഒരു നല്ലൊരു ഫർദർ ഫോള് നമുക്ക് ധാരാളം കിട്ടി. ഇവിടെ വന്നപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ 8:57 9 മണി 9 പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 11:30. ഈ 11:30 ആയപ്പം നിങ്ങളോടെല്ലാവരോടും നിർത്തി വീട്ടിൽ പോകാൻ ഞാൻ വളരെ മാന്യമായിട്ട് നിങ്ങളോടെല്ലാം പറഞ്ഞു ഇല്ലേ? നിങ്ങൾക്ക് എല്ലാവരും കൈയടിച്ചു, ഓക്കെ എല്ലാം അടിച്ചു പോയി, എല്ലാവരും വീട്ടിൽ പൊക്കോളാനെന്ന് പറഞ്ഞ് ഞാൻ ഒരു ഫോട്ടോ വരെ ഞാൻ ഇട്ടു ഇല്ലേ? ഇനി നിങ്ങൾ നിൽക്കരുത്, നിങ്ങൾ പോകണം, മര്യാദയ്ക്ക് കിട്ടിയതും കൊണ്ട് വീട്ടിൽ പൊയ്ക്കോളാൻ ഞാൻ പറഞ്ഞു. അതിനുശേഷവും ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഓക്കെ, അപ്പം ഇന്നും നിങ്ങൾക്കൊരു എന്താ പറയുന്നത് ഒരു അനുഭവം കിട്ടി. ന്യായമായിട്ടുള്ളത് കിട്ടിയാൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടിയത് നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്നുള്ളതിന് ഇന്നും ഒരു തെളിവ് നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് ഈ മാർക്കറ്റ് താഴോട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ നമുക്കൊരു പാറ്റേൺ രൂപപ്പെട്ടു വന്നു. ഈ പാറ്റേൺ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഒരു പക്ഷേ ഇതിങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്, ഉറപ്പൊന്നുമില്ല, ഇത് ഓൺലി സ്റ്റഡി പർപ്പസ് ആണ് എന്ന് പറഞ്ഞ് ഞാൻ ഈ ഒരു സംഭവം ഞാൻ ഇട്ടിരുന്നു. അത് ജസ്റ്റ് വേണമെങ്കിൽ അതുകൂടെ ഒന്ന് കാണിച്ചേക്കാം. സ്റ്റഡി പർപ്പസ് ആണെന്ന് പറഞ്ഞു. ഇതിന് ശേഷം നല്ലൊരു ക്യാൻഡിൽ നമുക്ക് താഴോട്ട് കിട്ടി. ഒരു ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിൽ
നല്ലപോലെ ഒരു താഴോട്ടൊരു ക്യാൻഡിൽ കിട്ടി, നല്ലൊരു 10-70 പോയിൻറ്റിൻ്റെ ഒരു ക്യാൻഡിലാണ്. അപ്പോൾ ഈ ആൾക്കാരെ എന്ത് ചെയ്യും, ഞാൻ ഈ ഫോട്ടോയിൽ ഇട്ടു, കൊലയോടെ മൊത്തത്തിൽ എല്ലാം കൂടെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, മനസ്സിലായില്ല. അത് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്തതല്ല, അത് സ്ഥായിയായിട്ടുള്ളൊരു സ്ട്രാറ്റജി അല്ല. ഓക്കെ, നിങ്ങൾക്ക് ന്യായമായിട്ടുള്ളത് കിട്ടി അത് മേടിച്ച് മാറി നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. നാളെ അവസരം വരും, അല്ല ഇത് മുഴുവൻ എനിക്ക് വേണം, സാറിങ്ങനെ വരച്ചിട്ടേക്കുന്നതുകൊണ്ട് ഇത് കൊലയോടായിട്ട് വരും എന്ന് പറഞ്ഞാൽ, കാരണം നമുക്കിവിടെ ഒരു ഷോൾഡർ ഉണ്ട് ഇവിടെ ഇല്ലേ, ആ ഷോൾഡർ ബ്രേക്ക് ചെയ്ത് താഴെ പോയെങ്കിൽ നമുക്ക് ഫർദറായിട്ടൊരു ഫോൾ കിട്ടത്തുള്ളൂ. ഇതിനെപ്പറ്റിയൊക്കെ കൃത്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രൈസ് ആക്ഷൻ സീരീസിനകത്തിൽ. അപ്പം ഇവിടെ എത്തിയപ്പോഴേ മാന്യമായിട്ട് നിങ്ങളത് കിട്ടിയതും കൊണ്ട് വീട്ടിൽ പോയവർക്കൊക്കെ വളരെ 11:30 ആയപ്പോഴേ പരിപാടി കഴിഞ്ഞു ഇല്ലേ. അതിനുശേഷം വീണ്ടും നോക്കിയിരുന്നവരുടെ കാര്യം എനിക്കറിയത്തില്ല. സി പിടിച്ചവർ ധാരാളം കാണുമായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, സി പിടിച്ചാലും പി പിടിച്ചു കഴിഞ്ഞാലും മാന്യമായിട്ട് കിട്ടി അതുകൊണ്ട് പോകുകയെന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം മാർക്കറ്റ് പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്തു, പതുക്കെ നടന്ന് കയറാൻ ശ്രമിച്ചു. എഴുന്നേറ്റും മാർക്കറ്റ് ഏകദേശം 600-650 പോയിൻ്റ് വരെ മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് അവിടുന്ന് പോയി. അവസാനം പിന്നെ ചെറിയൊരു വീഴ്ച വന്നു. ഏകദേശം മാർക്കറ്റ് 550 റേഞ്ചിലാണ്, മാർക്കറ്റ് 581 ക്ലോസിങ്, 550 ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് സംഭവിച്ച കാര്യം അല്ലേ. അപ്പോൾ നമ്മൾ തന്ന ഡയറക്ഷൻ പ്രകാരം മാർക്കറ്റ് പകുതി ആയപ്പോൾ തന്നെ നമുക്ക് ബുക്ക് ചെയ്ത് മാറാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, എന്നും നമ്മൾ ഒരു മനുഷ്യനെയും, ഈവൻ ഞാനായാലും എക്സ് ഓർ വൈ ആരെ ആയാലും നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ പറയുന്ന വ്യൂ ചിലപ്പം ശരിയാകാം, ചിലപ്പം തെറ്റാകാം. ഓക്കെ, നിങ്ങൾ അന്ധമായിട്ട് ആരെയും വിശ്വസിക്കാൻ പാടില്ല. അത് ഞാനായാലും എക്സ് ഓർ വൈ ആരായാലും. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു കൺവിക്ഷൻ ഉണ്ട്, എനിക്ക് ഇത്രയും മതി, എൻ്റെ ട്രേഡ് ഇവിടം വരെ ഉള്ളൂ, ഇതിന് ശേഷം ഞാൻ ട്രേഡ് എടുക്കത്തില്ല എന്നുള്ളൊരു തീരുമാനം നിങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് എക്സ്പയറിയാണ്, കറണ്ട് എക്സ്പയറിയിലൊക്കെ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് എക്സ്പയറി ആണ്, പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പം എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, കറണ്ട് എക്സ്പയറി നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഇനി കഴിഞ്ഞ കാര്യത്തെപ്പറ്റി നമ്മൾ പറഞ്ഞൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇനിയും വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് ക്യാപ്ചർ ചെയ്ത് എത്ര പേരുണ്ടെന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഇനിയിപ്പോൾ നാളെ എന്താണ് മാർക്കറ്റ് സംഭവിക്കാൻ പോകുന്നത്? നാളെ മാർക്കറ്റ് സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മാർക്കറ്റ് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. നമുക്ക് ഒരു ന്യൂസ് വന്നത്, ഇറാൻ്റെ സെക്യൂരിറ്റി ചീഫ് ആയിട്ടുള്ള ലാരിജാനി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിന് ഇസ്രായേലാണത് കൺഫേം ചെയ്തേക്കുന്നത്, അങ്ങനെ സംഭവിച്ചത്. പക്ഷേ ഇറാൻ്റെ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ നമുക്ക് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇറാൻ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ, അതിൻ്റെ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ തന്നെ പുള്ളി പബ്ലിക്കിൽ കാണിക്കുന്നു പറഞ്ഞൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇസ്രായേൽ കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ലാരിജാനിയെ അവർ കൊന്നു എന്ന് പറയുന്നുണ്ട്. അതിന് കൂടെ തന്നെ അവർ ഒരു ചീഫിനെയും കൂടെ അവർ തട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് മാർക്കറ്റ് നിൽക്കുകയാണ്. നിലവിൽ ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാൻ ഞാനും കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്. അപ്പോൾ രാത്രിയാകുമ്പോഴേ ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. US മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം US മാർക്കറ്റ് ഈ വാർത്തയോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, യുദ്ധം ജയിച്ചോ അല്ലെങ്കിൽ ഇനി കൂടുതൽ സിവിയറായിട്ടുള്ളൊരു അറ്റാക്കിലേക്ക് ഇറാൻ ഇതിന് പ്രതികാരമായിട്ട് GCC കൺട്രിയുടെ മുകളിൽ ചെയ്യുമോ, ഇസ്രായേലിലോട്ട് ചെയ്യുമോ എന്നൊക്കെയുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ എന്താ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. അപ്പം ഇത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും മാർക്കറ്റിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പല കോണുകളിൽ നിന്നും പറയുന്നു അവരുടെ ഇറാൻ്റെ ആക്രമണങ്ങളുടെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു എന്ന്. അതായത് പണ്ട് വന്നിരുന്ന മിസൈലുടെ അത്ര എണ്ണ ഇപ്പം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പല കോണുകളിൽ നിന്ന് പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇതൊന്നും നമുക്ക് എല്ലാം കേൾക്കാമെന്നുള്ളതേ ഉള്ളൂ. തീരുമാനത്തിലെത്തേണ്ടത് നമ്മളാണ്. അപ്പം ലാരിജാനുമായിട്ട് ബന്ധപ്പെട്ട ഇറാൻ്റെ ഭാഗത്തൊരു കൺഫർമേഷൻ നമുക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഫർദറായിട്ട് മാർക്കറ്റ് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് പ്രതികാരം എന്നോണം അടി മൂക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അല്ല, അവരുടെ ആയുധബലവും സൈനിക ബലവും ഒക്കെ കുറയുകയാണ്, ഇസ്രായേലും അമേരിക്കയും ഇറാൻ്റെ മുകളിൽ ആധിപത്യം പുലർത്തുന്നു എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് മാർക്കറ്റിന് വലിയൊരു പോസിറ്റീവായിട്ട് മാറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പിന്നെ നിലവിൽ ഇപ്പോൾ ഞാൻ 1-2 വീഡിയോ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടു കഴിഞ്ഞപ്പം ഇറാൻ്റെ അകത്ത് ഇനി നശിക്കാനായിട്ടൊന്നും ഇല്ല. അത് പ്രത്യേകിച്ച് ഒരു ചാനലിനകത്ത് ഞാൻ കണ്ടത് ഏകദേശം 35 വർഷം ഇറാൻ പുറകോട്ട് പോയി എന്നുള്ളതാണ്. അത്രയ്ക്ക് അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി അടിയല്ല. ഓക്കെ, അതായത് ആ പ്രദേശം, ആ രാജ്യം മുഴുവൻ ആക്രമിച്ച് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. ഇനി അതൊന്ന് റീബിൽഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എത്രയോ വർഷങ്ങൾ വേണ്ടി വരുമെന്നുള്ള കാര്യം
സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ ഭയാനകമായിട്ട് തോന്നി. അത്രയ്ക്ക് ആ രാജ്യം നശിച്ചു പോയി. അപ്പം ഇതൊക്കെ ഇനി ഒരു റീബിൽഡ് ചെയ്യണമെങ്കിൽ 10, 15, 20 കൊല്ലം വേണം ഇനി ഇത്രയൊക്കെ റീബിൽഡ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ. അപ്പം എത്രത്തോളം ഇനി അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. ആയുധബലം ഉണ്ട്, മിസൈലുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെങ്കിൽ അത് എത്രത്തോളം ഇത് ഇവരുടെ കയ്യിൽ സാധന സ്റ്റോക്ക് ഉണ്ടെങ്കിലും ഇവരുടെ ലോഞ്ച് പാഡുകൾ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു ഇസ്രായേൽ സ്ട്രൈക്ക് ചെയ്ത് ആക്രമണം. അതല്ലോ ഈ ലോഞ്ച് പാഡ് ഉണ്ടെങ്കിലല്ല ഇവർക്ക് ഈ സാധനങ്ങൾ തൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഇറാൻ്റെ ഭാഗത്തുള്ള നിലപാടുകൾ എങ്ങനെയാണ് അവരിതിനോടൊക്കെ പ്രതികരിക്കുന്നതെന്ന്. ആക്രമണത്തിൻ്റെ മൂർച്ച കൂട്ടുകയാണോ അതോ മുനയൊടിഞ്ഞ കത്തിയാണോ എന്നൊക്കെ ഉള്ളത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നാളെ നമുക്ക് നോക്കാനുള്ളത് ഇവിടെ നമുക്ക് നോക്കാനുള്ളത് 23,800 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, ഈ 23,800. ഈ 23,800 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത ഒരു ഏരിയയാണ് 23,800 എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം 23,800 എന്ന് പറയുന്നത് വളരെ ഇതാ നോക്കി കണ്ടോ, ഇതാണ് 23. ഈ പോയിൻ്റ് ഇത് നമ്മൾ വേറെ കളറാക്കാം, ഇച്ചിരി കനത്തിലിട്ടേക്കാം, 4 പോയിൻ്റ് ആക്കി ഒരു ഈ 23,800 എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും പല പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്തിട്ടുള്ളൊരു ഏരിയയാണിത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തട്ടി തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഏതെങ്കിലും രീതിയിൽ യുദ്ധം അവസാനിച്ചു അല്ലെ കീഴടങ്ങി അല്ലെ ഒരു സമവായം വന്നു എന്നൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഈ ലെവലുകളൊന്നും വർക്ക് ചെയ്യത്തില്ല. മാർക്കറ്റ് പിറ്റേ ദിവസം 800, 1000, 500 പോയിൻ്റൊക്കെ ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട് യുദ്ധം അവസാനിക്കുന്നൊരു പ്രതീതി വന്നു കഴിഞ്ഞാൽ. അല്ല, ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 23,800 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പ്രീവിയസ് ഹിസ്റ്ററി അതാണ് കാണിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 23,800 എന്ന് പറയുന്ന ഇത് ക്രോസ് ചെയ്ത് താഴെ പോയി വീണ്ടും ഇവിടെ നിന്ന് പല പ്രാവശ്യം സപ്പോർട്ട് എടുത്തു, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് കണ്ടോ, റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 23,800 എന്ന് പറയുന്ന ഈ ഏരിയ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇനിയും മുമ്പോട്ടുള്ള ഗമനത്തിന് 23,800 എന്ന് പറയുന്ന ലൈൻ വളരെ നിർണായകം ആയിരിക്കും. 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് വരാം. 23,800 എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു ലൈനായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നാളെ നോക്കാനുള്ളത് മാർക്കറ്റ് നാളെ ഈ ഹൈ, ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്നും വരയ്ക്കുന്ന പോലല്ല, ഈ ഹൈ, ഇത് ഇന്നത്തെ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ 567, 580 റേഞ്ചിലാണ് നിൽക്കുന്നത്. ഈ 687 ബ്രേക്ക് ചെയ്യണം. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഒന്നുകിൽ ഇതിൻ്റെ മുകളിലോ അല്ലെങ്കിൽ 23,800 അടുപ്പിച്ചോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 23,800 അടുപ്പിച്ചാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ തിരിച്ച് താഴെ ഇവിടെ വന്ന് ഇത് സപ്പോർട്ട് എടുക്കണം. മനസ്സിലായി പറഞ്ഞാൽ 687 എന്ന് പറഞ്ഞ ഈ പോയിൻ്റ് വന്ന് സപ്പോർട്ട് എടുക്കണം. അല്ല ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ 23,500 എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് ഉള്ളത്. അല്ല ഇതിൻ്റെ മുകളിലാണ് 23,800 മുകളിലോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ 23,800 സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അല്ല ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാനുള്ളത് 23,310 ബാക്കി ലെവലുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. 23,310, 23,225 നമ്മൾ പിന്നെ നമുക്ക് താഴോട്ടുള്ള ലെവലുകൾ, ബാക്കി ലെവലുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നാളെ നമ്മൾ മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നുള്ളത് വളരെ നിർണായകമാണ്. ഗ്യാപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ അതോ ഫ്ലാറ്റായിട്ടാണോ ഓപ്പൺ ചെയ്യുന്നുള്ളത് നാളെ ഇന്ന് രാത്രിയിലത്തെ ന്യൂസുകൾക്കൊരു വ്യക്തത വരുമ്പോഴേ നാളത്തെ മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങിനെ പറ്റി നമുക്ക് എന്തെങ്കിലും ഒരു ധാരണ നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നാളെയല്ല മറ്റന്നാളാണ് പിന്നെ ഫെഡറൽ റിസർവ് പോളിസി വരുന്നുണ്ട്. എനിക്കൊന്ന് ജെറോം പവലിൻ്റെ ലാസ്റ്റ് റേറ്റ് ഡിക്ലറേഷൻ ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. എന്തായാലും അനലിസ്റ്റുകൾ പറയുന്നത് റേറ്റ് കട്ടും ചെയ്യത്തില്ല കൂട്ടുകയും ചെയ്യത്തില്ല, റേറ്റ് പോസ് ചെയ്യാനായിരിക്കും സാധ്യത എന്നാണ്. റേറ്റ് കൂട്ടത്തുമില്ല കുറയ്ക്കത്തുമില്ല, റേറ്റ് പോസ് ചെയ്ത് നിർത്താനാണ് സാധ്യത എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. അങ്ങനെ റേറ്റ് പോസ് ചെയ്യുവാണെങ്കിലും അമേരിക്കൻ മാർക്കറ്റിന് അത് നെഗറ്റീവായിരിക്കും. നമുക്കും അത് അങ്ങനെ ആകുമ്പോൾ നെഗറ്റീവായിട്ട് വരാനാണ് സാധ്യത വളരെ കൂടുതൽ. അറിയത്തില്ല, പക്ഷേ അത് മറ്റന്നാളെ അറിയത്തുള്ളൂ എന്താണ് സംഭവിക്കുന്ന കാര്യം. അപ്പം അടുത്ത 1-2 ദിവസം നാളെ ഈ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടും ഈ ഫെഡറൽ പോളിസി ആയിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഒരു അൺസർട്ടനായിട്ട് ചെറുതായിട്ടുണ്ട്. എങ്കിലും
രാത്രിയിലെ കൂടുതൽ നമുക്ക് ക്ലാരിറ്റി വരത്തുള്ളൂ. വൈകുന്നേരം രാത്രി ആകുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ക്ലാരിറ്റി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരത്തുള്ളൂ. അത് നമുക്കിനിയും ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ഈ പറഞ്ഞ പോലെ തന്നെ വലിയ മൂവ്മെൻറ്റൊന്നും നടത്തിയില്ല. ഈ പറയുന്ന പോലെ തന്നെ നിഫ്റ്റി പോയ പോലെ തന്നെ മൂവ്മെൻറ്റ് നടത്തിയ പോലെ തന്നെ ഉള്ളൂ ഇവിടെ നടത്തിക്കൊണ്ടു. പ്രത്യേകിച്ച് അതിനെപ്പറ്റി ബാങ്ക് നിഫ്റ്റിയെ പറ്റി ഒന്നും പറയാനൊന്നുമില്ല. 25 261 മുകളിലോട്ട് പോയെങ്കിൽ പിന്നെ ഇതൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഇത് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നമ്മുടെ നിഫ്റ്റിയെ പറ്റി നമ്മുടെ മിഡ് ക്യാപ്പിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൽ ഇന്ന് നല്ല രീതിയിലൊരു മൊമെൻറ്റം, ഇതും ഈ പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിഫ്റ്റി പോയ പോലെ തന്നെയാണ് മിഡ് ക്യാപ്പും പോയത്. പക്ഷേ ഇവിടെ മിഡ് ക്യാപ്പിനകത്ത് ഒരു പോസിറ്റീവ് സംഭവം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോ മോട്ടോകോപ്പ് BSE നല്ല രീതിയിലൊരു പോസിറ്റീവ് മൊമെൻറ്റം നിലനിർത്തി. അതിൻ്റെ ഒരു പച്ചയാണ് ഈ നമ്മുടെ മിഡ് ക്യാപ്പിനകത്തിൽ കാണുന്നത്. ഏകദേശം 121 പോയിൻറ്റിൻ്റെ ഒരു പ്ലസ്സിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ ഇതൊന്നും നമുക്ക് വേറെ കൂടുതലൊന്നും സംസാരിക്കാനില്ല ഇതിനകത്തിൽ. കാരണം ഇന്ന് രാത്രിയിലത്തെ എങ്ങനെയാണ് ന്യൂസുകൾ മാർക്കറ്റിനെ നയിക്കുന്നതെന്ന് ഇന്ന് US ഫ്യൂച്ചർ നോക്കുമ്പോൾ മാത്രമേ, US മാർക്കറ്റിനെ നോക്കുമ്പോൾ മാത്രമേ നമുക്കൊരു ഡയറക്ഷൻ കിട്ടത്തുള്ളൂ. അതിനുശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നുണ്ട് 12,680 ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.